എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൈകാരികമായ സ്ഥലം കൊല്ലമാണ്. കാരണം എൻ്റെ കൗമാരപ്രായം ഞാൻ ചിലവഴിച്ച കൊല്ലത്താണ്. അപ്പോൾ ഓരോ മാസങ്ങളിൽ ഓരോ ദിവസമെങ്കിലും ഞാൻ ഇടപെടുന്ന സ്ഥലം കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളുള്ളത് കൊല്ലത്താണ്. അപ്പം കൊല്ലത്ത് നടന്നൊരു അനുഭവം കൊല്ലത്തുകാരനായ GR ഇന്ദുഗോപൻ എഴുതണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചേട്ടനെ ഞാൻ ഇതിലേക്ക് വലിച്ചിട്ടത്. ഈ കാര്യത്തിൽ ഞാൻ ചെറിയ PPA ശേഷം പിടിച്ച പിടിയാൻ വിടൂല. ഞാൻ ചേട്ടനെ കൊണ്ട് എഴുതിച്ച 3 വർഷം എടുത്തു ചേട്ടനെ കൊണ്ട് ആ കഥ എഴുതാൻ. അങ്ങനെ കഥ എഴുതി കിട്ടിയ ശേഷം ഞാൻ ആദ്യം കാണാൻ പോകുന്നത് അതിൻ്റെ ക്യാമറ സാനു ജോൺ വർഗീസിനെയാണ്. അന്ന് സാനു ചേട്ടൻ കോവിഡൊക്കെ ആയിട്ട് നാട്ടിൽ, പുള്ളി ബോംബെയിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കഥയൊന്ന് വായിക്കൂ, ഇഷ്ടപ്പെട്ട സിനിമ ഇത്. പുള്ളിയോട് എനിക്ക് പരിചയമുണ്ട്, കാരണം ഞാൻ ആർക്കറിയാം സിനിമയൊക്കെ പുള്ളിയുടെ കലാസംവിധാനം വർക്ക് ചെയ്ത പുള്ളി ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളി കൂടെ ഇത് സിനിമയുടെ ഭാഗമായി ജോയിൻ ചെയ്തു. അങ്ങനെ ആ ട്രാവൽ പിന്നെ 5 വർഷമായിട്ട് തുടരുകയാണ്. ആ തുടരുമ്പോൾ നമ്മളിത് കൊല്ലത്ത് തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു ഞങ്ങൾ. കാരണം നമുക്ക് ഏറ്റവും വൈകാരികമായ മുഹൂർത്തമുള്ള സ്ഥലം കൊല്ലമാണ്. അപ്പോൾ കൊല്ലത്ത് കടപ്പുറത്ത് താന്നിയിലും മൺട്രോത്തുരുത്ത് വലിയ ദൂരമില്ല ഈ കൊല്ലത്ത് നിന്ന് കടലും കായലുമായിട്ട്. അപ്പോൾ കടപ്പുറത്തു നിന്ന് കെട്ടിക്കൊണ്ടൊരു പെണ്ണിനെ കായൽക്കരയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അത് മൺട്രോത്തുരുത്ത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചത് മൺട്രോത്തുരുത്തിൻ്റെ ഭംഗി കണ്ടിട്ടല്ല, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ആ ഭംഗിയിലേക്കുള്ള ഷോട്ടുകളിലേക്ക് നമുക്ക് സിനിമ പോകാനുള്ള സ്പേസ് നമുക്കില്ല. നമ്മുടെ സിനിമ ട്രാവൽ ചെയ്യുന്ന ഇമോഷനിലൂടെ.